ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമെന്ന് വിവരാവകാശ രേഖ. പണം നൽകിയതും യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽപ്പെട്ട 41 പേരിൽ ഒരാളാണ് ജ്യോതി മൽഹോത്ര. ജ്യോതി മൽഹോത്രയെ ബോധപൂർവ്വം കൊണ്ടുവന്നതല്ലെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചാരപ്രവൃത്തി ഗുരുതര വിഷയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയ കേസിൽ ജ്യോതി മൽഹോത്ര ജയിലിലാണ്. ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? അല്ല, നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ. ഇതിലേക്ക് എന്താ നമ്മൾ ഇങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഈ ചാരപ്രവൃത്തി കേസുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ കൈമാറിയ കേസിൽ ഇപ്പോഴും ജ്യോതി മൽഹോത്ര ജയിലിലാണ്. ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് മന്ത്രിയുടെ വിശദീകരണം? എന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു? ഹരിയാനയിലെ വ്ലോഗറായ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായിരുന്നത്. ഈ വ്ലോഗർ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എത്തിയത് എന്ന് വിവരാവകാശ രേഖ പ്രകാരമാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ടൂറിസം വകുപ്പ് സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുടെ പേരുമുണ്ട്. അതായത് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ടൂറിസം വകുപ്പിന്റെ ചെലവിൽ ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തതെന്നാണ് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ പട്ടികയിലാണ് ഇവരുടെ പേരുള്ളത്. പക്ഷേ ഇത് സർക്കാരിന്റെ അതിഥികളായി ഇവരെ പരിഗണിക്കില്ല എന്നാണ് ഈ വിവരാവകാശ രേഖയുടെ ഒപ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഏതായാലും മന്ത്രി ഇതിൽ പറയുന്നത് ചാരപ്രവൃത്തി ഗുരുതരമുള്ള വിഷയമാണ്. വിഷയം കൈകാര്യം ചെയ്ത് മാധ്യമങ്ങളെ വലിയ തോതിൽ മന്ത്രി വിമർശിക്കുന്നുണ്ട്. ചാരപ്രവൃത്തി ചെയ്യുന്നവരെ ബോധപൂർവ്വം കൊണ്ടുവന്നു ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ബോധപൂർവ്വം കൊണ്ടുവന്നതല്ല, ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. മാധ്യമങ്ങൾ വിഷയങ്ങൾ കൃത്യമായി പഠിച്ച് വസ്തുതകൾ അന്വേഷിച്ച് വാർത്ത നൽകണമെന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളയുമെന്നും ടൂറിസം വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ശരി.